രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾക്ക് പ്രതീക്ഷ നൽകുന്ന സന്തോഷ വാർത്ത. കോവിഡ് കാലം നരേന്ദ്രമോദി സർക്കാരിന് വലിയ തിരിച്ചടിയാണ് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തിന് മുൻപുള്ള സാമ്പത്തിക പ്രതിസന്ധി, കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധി, ഇതൊക്കെ മൊത്തത്തിൽ കൂടിയിട്ട് വലിയ സാമ്പത്തിക മാന്ദ്യം ഈ രാജ്യത്ത് നിലവിൽ ഉയർന്നു വരുമ്പോൾ NDA സർക്കാർ ശക്തമായ പ്രതിസന്ധിയിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. എന്നാൽ ഈ നിമിഷത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് നൽകിയ തിരിച്ചടി എന്ന് പറയുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടരൂപീകരണത്തിന് കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ടായിരുന്നത് 6 മാസമായിരുന്നു. അതായത് ജനുവരി 10 ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം പുറത്തിറക്കുന്നു. അതായത് ജനുവരി 10 നിന്ന് ജൂലൈ 10 മുൻപായിട്ട് അവർ ചട്ടരൂപീകരണം നടത്തുമെന്ന് പ്രഖ്യാപിക്കുന്നു. അതായത് പൗരത്വ ഭേദഗതി നിയമത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് 6 മാസങ്ങൾക്ക് ശേഷം അതിൻ്റെ മറ്റുള്ള കർമ്മങ്ങളിലേക്ക് കടന്നു പോകുമെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു. എന്നാൽ ജനുവരി 10 നിന്ന് ജൂലൈ 10 എത്തിയിട്ടും ചട്ടരൂപീകരണം നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കേന്ദ്ര സർക്കാരിന് സമയം ലഭിച്ചിട്ടില്ല. അതായത് കേന്ദ്രത്തിന് മുന്നിലുണ്ടായിരുന്ന 6 മാസം കഴിഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം. പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇതിനേക്കാൾ വലിയ തിരിച്ചടി കേന്ദ്രത്തിന് ഇല്ല എന്ന് വേണം പറയാൻ. ഒന്നെങ്കിൽ കോവിഡിന് മുന്നിൽ പരാജയപ്പെട്ട് മുട്ടുകുത്തി നിൽക്കുന്ന കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് മാറ്റിവെച്ചു, അല്ലെങ്കിൽ രാജ്യത്ത് ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾക്ക് മുന്നിൽ മുട്ടുവിറച്ച് കോവിഡിനെ മറയാക്കി പൗരത്വ ഭേദഗതി നിയമത്തിനെ പിന്നോട്ട് വലിച്ചു. എന്നാൽ ഇതിനെ കൃത്യമായി ശ്രദ്ധിക്കുന്ന ഞങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ട് തന്നെയാണുള്ളത്. അതായത് അതിലെ എല്ലാ ഘടകങ്ങളെയും സൂക്ഷ്മമായി പരിശോധിക്കുകയും അതിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും മാറ്റം കൊണ്ടുവരുന്നുണ്ടോ, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകർ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. ഇതിൽ നിന്നാണ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളത് 6 മാസം എന്നുള്ള ചട്ടരൂപീകരണത്തിന്റെ സമയം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ ഇനി കേന്ദ്ര സർക്കാർ പാടുപെടും എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.